എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ വീണ്ടും അവരുടെ സ്കൂൾ ലൈഫിൻ്റെ ഒരു ചെറിയ പോർഷനാണ് കാണിക്കുന്നത്. ഇന്ന് അവരുടെ സ്കൂൾ കഴിഞ്ഞ് ഏകദേശം നല്ല രാത്രിയായിട്ടുണ്ട്, നല്ല ഇരുട്ടുമായിട്ടുണ്ട്. എന്നാൽ പെട്ടെന്നാണ് അവരുടെ സ്കൂളിലെ ആ ഒരു കറണ്ട് പോകുന്നത്. എന്നാൽ ഇവിടെ ഇഫാന് അവൾ ഈ ഒരു നൈറ്റ് എൻജോയ് ചെയ്യുകയാണ്. അതും ആകാശത്തെ നക്ഷത്രങ്ങളെയും മൂണിനെയും എല്ലാം നോക്കിക്കൊണ്ട് അങ്ങനെ എൻജോയ് ചെയ്യുകയാണ്. എന്നാൽ അവളെ ഇങ്ങനെ കണ്ടിട്ട് എല്ലാവരും പ്രേതം എന്നൊക്കെ അവളിങ്ങനെ പേടിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുകയാണ്. എന്നാൽ ഞാൻ അത് കേട്ടുകൊണ്ട് വന്നിട്ട് അവരെ നന്നായിട്ട് പറയുന്നുണ്ട്. ശേഷം ഇവൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നതും ആസ്വദിച്ച് നിൽക്കുകയാണ് ഞാൻ. അപ്പോഴാണ് ഹോൻ അങ്ങോട്ട് വരുന്നത്. ഇവൻ ആരെയാണ് നോക്കുന്നതെന്ന് നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചോദിക്കും, നീ എന്താ മൂണ് കാണുകയാണോ എന്ന് ചോദിക്കുന്നു. അതിൽ അവന് പെട്ടെന്ന് കണ്ണെടുത്തിട്ട് മൂണ് കാണുകയാണ് എന്ന് പറയും. എന്നിട്ട് പറയും, എനിക്ക് മനസ്സിലായി നീ ആരെയാണെന്ന് നോക്കുന്നതെന്ന്, നിനക്ക് അവളോട് ചെറിയൊരു ക്രഷ് ഉണ്ടല്ലേ എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും ഞാൻ ആകെ ഒന്ന് ഷെയിമായി. ശേഷം അവൻ അവിടെ നിന്ന് ഓടിക്കും. അത് കഴിഞ്ഞ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അവർ പോവുകയാണ്. എന്നാൽ കറണ്ട് വന്നു. വീണ്ടും ഇവിടെ ഇഫാൻ ആകാശത്തോട്ട് നോക്കി അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്താ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇഫാൻ പറയുന്നത്, ഞാൻ ആക്ച്വലി ഓരോന്ന് ചിന്തിക്കുകയായിരുന്നു. ഹോന് പറഞ്ഞ കാര്യം, അതായത് ഇവളെ ക്രഷാണെന്ന് പറഞ്ഞത് ഹോന് പറഞ്ഞത് ഇവൾ കേട്ടിട്ടുണ്ട്. അതിൽ ഞാൻ പറയും, ഓ അവനക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാൽ മതിയല്ലോ, വെറുതെ പറയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ വഴക്ക് പറയുന്നത് പോലെ സംസാരിക്കുകയാണ്. ശേഷം അവന് പറയും, ഇങ്ങനെ സ്റ്റാർസിനെ ഇങ്ങനെയാണ് നോക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു മെത്തേഡ് കാണിച്ചു കൊടുക്കും. ഇഫാനും അതുപോലെ ചെയ്യുന്നു. എന്നാൽ അവൾ ഇങ്ങനെ നോക്കുന്നതും നോക്കി നിൽക്കുകയാണ് നമ്മുടെ യാന്. ഇനി ആ ഒരു രംഗം കാണിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും 8 വർഷത്തിന് ശേഷമുള്ള അവരുടെ ഇപ്പോഴത്തെ കാര്യം കാണാം. ഇപ്പോൾ ഇഫാന് അവളുടെ പഴയ റൂം അവൾക്ക് നഷ്ടപ്പെട്ടു. ഇനി പുതിയ റൂമിലോട്ട് അവൾ മൂവ് ചെയ്യുകയാണല്ലോ. സാധനങ്ങളെല്ലാം യാനിൻ്റെ ഹെൽപ്പോട് കൂടി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ അവളുടെ റൂംമേറ്റിനോട് അവൾ ഇന്ന് വരികയാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾ പ്രിപ്പയർ ചെയ്തിട്ടില്ല. അവൾ അവിടെ ആ വീട്ടിലില്ല, കീ ഇല്ല അവളെടുത്തത്. അങ്ങനെ അവൾ പുറത്ത് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. റൂംമേറ്റ് വരുന്നത് കുടിച്ച് ഫിറ്റായി നട്ടപ്പാതിരക്ക് അങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അതും ആടിക്കൊണ്ട് ഇവളെ കണ്ടിട്ട് ഇവളെന്താ ഇവിടെ എന്ന രീതിയിൽ നിൽക്കുമ്പോൾ ഇഫാൻ പറയുന്നു, തനിക്ക് പെട്ടെന്ന് ഒരു എമർജൻസി ഉണ്ടായത് കൊണ്ട് തന്നെ ഇങ്ങോട്ട് താമസം മാറേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കൺവിൻസ് ചെയ്യുകയാണ്. റൂംമേറ്റിനും വല്ലാണ്ട് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ റൂംമേറ്റ് അവളെ ഇൻവൈറ്റ് ചെയ്യുന്നു. എന്നാൽ അവൾ പെട്ടെന്ന് ഈ ഒരു പൂച്ചയെ കണ്ടിട്ട് പറയും, സോറി ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി, എനിക്ക് പൂച്ച അലർജിയാണ്, അതിൻ്റെ ആ ഒരു രോമങ്ങൾ. എന്നാൽ ഈ രാത്രി അവൾ എന്ത് ചെയ്യുമെന്നും ആലോചിച്ച് വിഷമിച്ച് നിൽക്കുമ്പോൾ ആ ഒരു റൂംമേറ്റ് പറയും, എന്നാൽ ഇന്നൊരു രാത്രിക്ക് നമുക്ക് ക്ഷമിക്കാം, പിന്നെ നീ ഇത് ആരെങ്കിലും ഏൽപ്പിക്കണം, ഇവിടെ ഈ പൂച്ചൻ്റെ രോമം അത് എൻ്റെ മേലിൽ തട്ടി അപ്പോൾ എനിക്ക് ചൊറിച്ചിൽ വരും, ഇന്ന് രാത്രി നീ അതിനെ നിൻ്റെ റൂമിലിട്ട് അടച്ചേക്ക്, പുറത്ത് വിടരുത് എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇഫാൻ അതിന് സമ്മതിച്ചു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരാണ് ഇവിടെ ഡ്രോപ്പ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഞാനാണെന്ന് പറയുമ്പോൾ ഇവൾ പെട്ടെന്ന് പറയും, ഞാനോ, അവനക്ക് അങ്ങനത്തെ ശീലങ്ങളൊന്നും ഇല്ലാത്തതാണല്ലോ, പിന്നെ എനിക്ക് തോന്നുന്നത് അവനെ നീ സ്കൂൾ ടൈമിൽ നിൻ്റെ പിന്നാലെ ഒരുപാട് നടത്തിയില്ലേ, അപ്പോൾ അതിൻ്റെ പ്രതികാരമുണ്ടാകും. നിന്നെ ഇങ്ങനെ അവൻ്റെ പിന്നാലെ വീണ്ടും നടത്തിച്ചിട്ട് അവന് പെട്ടെന്ന് അതിനുള്ള എല്ലാ കണക്കും നിന്നോട് തീർക്കും. എനിക്ക് ഒരുപാട് ആണുങ്ങൾ വെച്ചിട്ട് പല എക്സ്പീരിയൻസും ഉണ്ട്, അപ്പോൾ ഞാൻ പറയുന്നത് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ ഒരു ചെറുമാതിരി രീതിയിൽ അങ്ങോട്ട് ഉപദേശിക്കുകയാണ്. ഇനി അടുത്ത ദിവസം ഇഫാന് അവൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു റൂംമേറ്റും അവളുടെ അതേ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഈ പ്രാവശ്യം അവളെ കൂട്ടാൻ വേണ്ടിയിട്ട് വേറെ ഏതോ പുതിയ കാമുകം വന്നിട്ടുണ്ട്, അതും നല്ലൊരു അടിപൊളി കാറും കൊണ്ട്. ഇനി അന്ന് രാത്രി ഇഫാൻ്റെ ഫ്രണ്ട് അവളുടെ ആ ഒരു പൂച്ചയെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവളെ ഏൽപ്പിക്കാനാണ് തൽക്കാലം ഇവർ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ അവൾ ആ പൂച്ചനെ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് നമ്മുടെ റൂംമേറ്റ് നല്ല മുട്ടം വഴക്ക് കൂടുകയാണ് അവളുടെ ഇപ്പോഴത്തെ കാമുകനുമായിട്ട്. കാമുകനക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് ഇവളുടെ സ്വഭാവമൊക്കെ കണ്ടിട്ട് എന്തോ ഒരു വശപശക്കുണ്ടെന്ന്. എന്നാൽ ഇവൾക്കാണെങ്കിലോ ഇവനെ ഇപ്പോൾ അത്യാവശ്യം മടുത്തിട്ടുമുണ്ട്, പിന്നെ പുതിയ ഒരാൾ സെറ്റ് ആകുന്നുമുണ്ട്. അപ്പോൾ ഇനി അവൾക്ക് അങ്ങോട്ട് ചാടണം, അപ്പോൾ ഇവനെ ഒഴിവാക്കണം. അപ്പോൾ ആ ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് നല്ല വഴക്ക് കൂടുകയാണ്. അവസാനം അവർ പറഞ്ഞ് ഇവനാണെങ്കിൽ ഈ ഹോന് നല്ല റിച്ചാണ്. അതുകൊണ്ട് തന്നെ അവൾ ഒരുപാട് സാധനങ്ങളെല്ലാം ഈ ഹോനിനെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ടുണ്ട്, ബാഗും ഡ്രസ്സും അങ്ങനെ ഒരുപാടെണ്ണം. ഇവർ വഴക്ക് കൂടി ആ വാങ്ങിച്ച സാധനങ്ങളുടെ കണക്കിലെത്തുന്നു. അതിലിവൾ പറയും, നീ എനിക്ക് വാങ്ങിച്ച് തന്നത് കണക്ക് പറയണല്ലേ, എന്നാൽ നീ ഒരു കാര്യം ചെയ്യും, നീ വാങ്ങിച്ച് തന്നതൊന്നും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അത് ഇവിടെ തന്നെയുണ്ട്, ഇപ്പോൾ തന്നെ കൊണ്ടുപോയിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ കട്ട് ചെയ്യുന്നു. എന്നിട്ട് ഇഫാനെ വിളിച്ചിട്ട് പറയും, നിനക്ക് ഏതെങ്കിലും ഒരു കൊറിയർ കമ്പനീനെ പരിചയമുണ്ടോ, എനിക്ക് ഈ സാധനങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ഒരാൾക്ക് എത്തിച്ചു കൊടുക്കണം, ഇപ്പോൾ വേണം, എമർജൻസിയാണ് എന്നൊക്കെ പറയുന്നു. അതിൽ പിന്നെ ഇഫാൻ പറയും അവളുടെ ഫ്രണ്ട് തന്നെ ചെയ്യുന്നു. ആക്ച്വലി ഫ്രണ്ടിന് ഒരു പാർട്ട് ടൈം ജോബ് ഉണ്ട്, അവൾ ഇങ്ങനത്തെ കൊറിയർ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ പ്രായമായ ആരും നോക്കാനില്ലാത്ത ഈ അപ്പൂപ്പന്മാർക്കൊക്കെ സാധനങ്ങളും മെഡിസിൻസും ഹോസ്പിറ്റലിൽ കാണിക്കലും അങ്ങനെ എല്ലാം അവളിങ്ങനെ ചെയ്ത് കൊടുക്കും. അതിനുള്ള ഒരു പോക്കറ്റ് മണി അവൾ കൈക്കലാക്കുകയും ചെയ്യും.
അങ്ങനെയൊക്കെയാണ് അവളുടെ ഒരു പാർട്ട് ടൈം ജോബ്. ഫ്രണ്ട് അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്യും. എന്നാൽ അതിൻ്റെ ഇടക്കാണ് ഇവിടെ കോളിംഗ് ബെല്ല് കേൾക്കുന്നത്. അത് മറ്റാരുമല്ല, ഹോന്. അവൻ ഇവളെ നേരിട്ട് കണ്ട് സംസാരിച്ച് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതിൽ ഇവന് പറയും, നിന്റെ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്, നേരെ പോയി കൊണ്ടുപോയിക്കോ എന്നൊക്കെ പറയുമ്പോൾ ഈ ഫ്രണ്ട് പറയും, അത് പറ്റില്ല, ഞാൻ ഓൾറെഡി ഈ ഓർഡർ സ്വീകരിച്ചല്ലോ, അപ്പോൾ നിങ്ങൾ ഇത് എനിക്ക് കംപ്ലീറ്റ് ആക്കണം. നിങ്ങളുടെ ഫോണിലോട്ട് ഒരു OTP വന്നിട്ടുണ്ടാകും, അതൊന്ന് പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ബിസിനസ്സിന് പ്രശ്നമാണ്, എല്ലാവരും എനിക്ക് റിവ്യൂ കുറയും എന്നൊക്കെ പറയുന്നു. എന്നാൽ ഇവന് അതൊന്നും കേൾക്കുന്നില്ല. ഇവൻ വീണ്ടും ഇവളോട് ഇങ്ങനെ സംസാരിക്കുകയാണ്, കൺവിൻസ് ചെയ്യുകയാണ് ഇവർ വീണ്ടും പാച്ചപ്പ് ആവാൻ വേണ്ടിയിട്ട്. എന്നാൽ അവൾ തീരെ അങ്ങോട്ട് അടുക്കുന്നില്ല. എന്നാൽ ഇവന് അതിൻ്റെ ഇടയ്ക്കൊക്കെ ഭയങ്കര സിൻസിയറായിട്ട് അവളെ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അത് കേട്ട് ഇവിടെ ഇഫാനും ഫ്രണ്ടിനും വരെ സങ്കടം വന്നു. എന്നാൽ അവൾ ഒരു പിടിക്കും അങ്ങോട്ട് അടുക്കുന്നില്ല. അങ്ങനെ പിന്നെ ലാസ്റ്റായിട്ട് അവർ ഗുഡ് ബൈ പറയുകയാണ്. എന്നാൽ അവന് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഫ്രണ്ടിൻ്റെ അടുത്തോട്ട് വന്നിട്ട് ആ OTP കൊടുക്കുകയാണ്. എന്നിട്ട് പറയും, ഈ സാധനങ്ങളൊന്നും എനിക്ക് വേണ്ട, നീ എവിടെയെങ്കിലും കൊണ്ട് നശിപ്പിച്ചേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവന് പോകും. ഇനി അടുത്ത ദിവസം ഈ റൂംമേറ്റിൻ്റെ കാര്യങ്ങളും അവളുടെ പുതിയ കാമുകന്മാരെയും കള്ള കാമുകന്മാരെ പറ്റിയും എല്ലാം ഇവിടെ ഓഫീസിലും നല്ല ചർച്ചാ വിഷയമാണ്. എല്ലാവരും അതിനെപ്പറ്റി ഗോസിപ്പും എല്ലാം പറയുന്നുണ്ട്. എന്നാൽ ഇഫാന് അതിനെപ്പറ്റി കൂടുതൽ അറിയുമെങ്കിലും അവൾ അതിലൊന്നും ആരോടും ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല, ഒന്നും പറയുന്നൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്കാണ് അവൾക്ക് ഒരു മെസ്സേജ് വരുന്നത്. അതായത് അവളുടെ പഴയ റൂം അവൾ വെക്കേറ്റ് ചെയ്തല്ലോ, അപ്പോൾ അതിൻ്റെ ഓണർ അവളുടെ അടുത്തുള്ള കീ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവളോട് വരാൻ വേണ്ടി പറയുകയാണ്. അപ്പോഴാണ് അവൾ ഓർത്തത് അവളുടെ ആ ഒരു കീ അവൾ പിന്നെ കണ്ടിട്ടേ ഇല്ല, അതെവിടെ പോയി എന്ന രീതിയിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് കറക്റ്റ് സമയത്ത് ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയക്കുന്നത് വിത്ത് ഈ കീൻ്റെ ഫോട്ടോയും കൂടി. എന്നിട്ട് പറയും, എനിക്ക് ഉറപ്പാ നീ ഇത് കാറിൽ മറന്നു വെച്ചത് മനഃപൂർവ്വമല്ലേ, എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്, എന്നെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് ചോദിക്കുന്നു. അത് കേട്ടിട്ട് ഇഫാൻ ഒന്ന് ഞെട്ടും. എന്നിട്ട് പറയും, അങ്ങനെയൊന്നുമല്ല, ഏതായാലും നിങ്ങൾ എപ്പോഴാണ് ഫ്രീ ആകുക, എനിക്ക് അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വരാനായിരുന്നു എന്ന് പറയും. അങ്ങനെ ഇവർ ചൂസ് ചെയ്യും. ഇവളുടെ ആ ഒരു കഫല്ലേ അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പറയുന്നു. എന്നാൽ ഇവൾ ചെയ്യുന്നത്, ഇവൾ തനിയല്ല പോകുന്നത്, ഇവളുടെ കൂടെ ഇവളുടെ കൊളീഗിനെയും കൂടി കൂട്ടുന്നുണ്ട്. അവർക്കൊരു ഡിന്നർ മേടിച്ച് തരാമെന്നും പറഞ്ഞിട്ട്. ഇഫാന് തനിച്ചാകുമ്പോൾ വീണ്ടും അവനുമായിട്ടുള്ള ആ ഒരു സമ്പർക്കം കൂടുമല്ലോ, അപ്പോൾ അത് മാക്സിമം കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഫ്രണ്ട്സിനെ കൂട്ടുന്നത്. അങ്ങനെ ആ കഫേയിൽ ഇവരിങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ ഇവർ ഈ ചാവി അങ്ങോട്ട് കൈമാറുകയാണല്ലോ. അതിൽ ഈ ഒരു കൊളീഗ്സ് ഇത് കണ്ടിട്ട് പറയുന്നുണ്ട്, നമ്മൾ വെറുതെ മീൽസ് കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതല്ലേ, എന്തോ ഇവർ തമ്മിൽ ബന്ധമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇഫാൻ ഈ ചാവി വാങ്ങിച്ചു. എന്നിട്ട് പോവുകയാണ്. അവൾ പെട്ടെന്ന് അവളുടെ കൊളീഗ്സ് ഉണ്ട്, അപ്പോൾ അവരുമായിട്ട് പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് വേഗം ഇവൻ്റെ അടുത്ത് നിന്ന് തടി തപ്പാണ്. എന്നാൽ ഇവളെ കുറച്ച് കൂടുതൽ സമയം കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷെ അതൊന്നും നടക്കുന്നില്ല എന്ന് അറിഞ്ഞപ്പോൾ അവൻക്കും ഭയങ്കര വിഷമം വരുന്നു. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ഇവൾ പെട്ടെന്നൊരു കാര്യം പറയും, ഞാൻ ഒരു മീൽസ് വാങ്ങി തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതെന്നാ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇവൻ ആദ്യം വേണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് വേണമെന്ന് പറയും. അതായത് ഇവളുടെ കാണാൻ പറ്റിയ ഒരു അവസരം കൂടി കിട്ടുകയാണല്ലോ. അങ്ങനെ ഇവൻക്ക് എന്താണ് ഇഷ്ടമെന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്കസ് ചെയ്തു. അങ്ങനെ വീണ്ടും ഇഫാന് പോകാൻ നേരമാണ് ഇവൻക്കൊരു കോൾ വരുന്നത്. ഈ കോൾ എടുത്ത പാടെ അപ്പുറത്തെ സൈഡിൽ നിന്നും ഒരാൾ അലമുറയിട്ടുകൊണ്ട് പറയും, നിൻ്റെ വീട് ഇതാ കത്തിപ്പോകുന്നെന്നൊക്കെ പറയുന്നു. എന്നാൽ ആ പറഞ്ഞത് ഇവിടെ ഇഫാൻ വരെ കേൾക്കുന്നുണ്ട്. അത്ര സൗണ്ടിലാണ് അയാൾ സംസാരിച്ചത്. അതിൽ ഞാൻ പറയുന്നത്, എൻ്റെ വീട് കത്തുന്നുണ്ടെങ്കിൽ വേഗം ഫയർഫോഴ്സിനല്ലേ വിളിക്കേണ്ടത്, എന്നെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അതൊരു നെഗ്ലക്റ്റ് ചെയ്യുകയാണ്. അത് കണ്ട് ഇവിടെ ഇഫാനെ എനിക്കെന്താ പോയി നോക്കേണ്ടതെന്നൊക്കെ പറയുമ്പോൾ അവൻ പറയുന്നത്, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, എനിക്ക് ആ വീട്ടിൽ കാര്യപ്പെട്ട ഒന്നുമില്ല, നഷ്ടപ്പെടാനും കുഴപ്പമൊന്നുമില്ലെന്ന രീതിയിൽ നിൽക്കുകയാണ്. എന്നാൽ അത് കേട്ട് ഇവൾ ഒന്ന് ഞെട്ടിയിട്ട് പിന്നെ ചോദിക്കും, നിൻ്റെ വീടിൻ്റെ ലൊക്കേഷൻ ഒന്ന് തരുമോ, ചിലപ്പോൾ ഞങ്ങളായിരിക്കും ഇത് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്, അത് ഞങ്ങളുടെ ആ ഒരു മീഡിയയ്ക്ക് നല്ലൊരു കാര്യമായിരിക്കും, അത് എവിടെയാണെന്നൊക്കെ ചോദിച്ച് അവന് അഡ്രസ്സ് കൊടുക്കുകയാണ്. അങ്ങനെ അവൾ ആ കാര്യം ബോസിനെ അറിയിക്കാൻ നിൽക്കുമ്പോഴാണ് ബോസ് ഇങ്ങോട്ട് പറയുന്നത്, ഞാൻ നിനക്ക് വിളിക്കാൻ നിൽക്കുകയായിരുന്നു. എന്നിട്ട് ആ ഒരു ഫയറിൻ്റെ കാര്യം ഇങ്ങോട്ട് പറയുന്നു, എല്ലാവരും പെട്ടെന്ന് റെഡിയാകുക, അത് റിപ്പോർട്ട് ചെയ്യണമെന്നും പറയുന്നു. അങ്ങനെ ഇവരെല്ലാവരും കാറിൽ പോകുമ്പോൾ ഇവിടെ യാനെ കൂട്ടുന്നുണ്ട്. അതിൽ യാനെ എല്ലാവരും ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്, കോമ്പൻസേഷൻ കിട്ടും, ഇൻഷുറൻസ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അവനിക്ക് അത് പോയാലും വലിയ പ്രശ്നമില്ല എന്ന രീതിയിൽ നിൽക്കണം. അങ്ങനെ അവർ ആ ഫയർ നടന്ന ആ ഒരു സ്ഥലത്തെത്തി. അവിടെ ഫയർ എഞ്ചിനും എല്ലാവരും ഇങ്ങനെ ഭയങ്കര ധൃതിപ്പെട്ട് ഫയർ അണച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇവരെല്ലാവരും ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. ഇതെല്ലാം ഇതേ വീട്ടിൽ സംസാരിക്കുന്ന വേറൊരു ടീംസിനോട് ഇവർ സംസാരിക്കണം. അപ്പോൾ ഇവർ പറയുന്നത്, ഞങ്ങൾ 6th ഫ്ലോറിലാണ്, പക്ഷേ അപകടം നടന്നിരിക്കുന്നത് 8th ഫ്ലോറിലാണ്, ഞങ്ങൾക്ക് കാര്യപ്പെട്ട പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 8th ഫ്ലോറിൽ ഏതോ ഒരുത്തൻ അവൻ്റെ ഇലക്ട്രിക് ബൈക്ക് ചാർജ് ആക്കിയതാണ് പ്രശ്നം, അതിന് മുകളിൽ താമസിച്ചവർക്കാണ് ഭയങ്കര പ്രശ്നം ഉണ്ടായത് എന്നൊക്കെ പറയുന്നു. അതിൽ ഇൻ്റർവ്യൂ എടുക്കുന്നവർ അവരാരാണെന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, അവന് നല്ലൊരു സുന്ദരൻ പയ്യനാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവന് വിവരിക്കുമ്പോഴാണ് ദേ നിൽക്കുന്നു ഞാൻ എന്നെ ചൂണ്ടിക്കാട്ടിയിട്ട് പറയും, അത് അവൻ തന്നെ, അവനാണ്, അവൻ്റെ വീടിനാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയും. അതിൽ പിന്നെ എല്ലാവരും കൂടി യാൻ്റെ കൂടെയായി. യാനോട് ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുന്നേ പറയും അവൻ്റെ കാര്യങ്ങളെല്ലാം സിൻസിയറായിട്ട് പറയാൻ, എന്നാലേ കോമ്പൻസേഷനും പിന്നെ ഇൻഷുറൻസൊക്കെ പെട്ടെന്ന് ക്ലെയിം ചെയ്ത് കിട്ടുള്ളൂ. എന്നാൽ അവന് അതിനൊന്നും പറയുന്നില്ല, അവനക്ക് ഒരു കുഴപ്പം
കുഴപ്പമില്ല, അവൻ്റെ പ്രിയപ്പെട്ട സാധനങ്ങളൊന്നും അതിലില്ല എന്നൊക്കെ പറയുന്നു. അതിൽ ഇവർ പറയും, നീ എന്താ ഹാപ്പിയാണോ? അതെ, ഞാൻ ഹാപ്പിയാണ്, നിങ്ങളെല്ലാവരും ഹാപ്പിയല്ലേ, അതുപോലെ തന്നെ ഞാനും ഹാപ്പിയാണ്. അതായത് ഇവരെ ഒന്ന് ആക്കി പറഞ്ഞതാണ്. ഇവൻ്റെ വീട് കാരണം ഇവർക്കൊരു ന്യൂസ് കിട്ടുകയല്ലേ. ആക്ച്വലി അവൻക്ക് അതിനോടൊന്നും താല്പര്യമില്ലായിരുന്നു. ഇനി രാത്രി ഇഫാൻ അതെല്ലാം എഡിറ്റ് ചെയ്യുകയാണ്. അപ്പോഴും അവൻ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇഫാൻ ഇവിടെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യത്തെ അവനോടുള്ള ഹാപ്പി ന്യൂ ഇയർ ആദ്യമായിട്ട് പറഞ്ഞത് ഇവിടെ ഇഫാനാണ്. അപ്പോൾ അതുകൊണ്ടാണോ എന്നൊക്കെ ഇങ്ങനെ അവൾ ഇങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി അത് കഴിഞ്ഞ് ഇഫാൻ രാവിലെ എഴുന്നേറ്റപ്പോഴേക്കും നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ട്. പതിവ് പോലെ തന്നെ ആ റൂംമേറ്റ് കുടിച്ച് ഫിറ്റായിട്ട് സോഫയിൽ എപ്പോഴോ വന്ന് കിടന്നിട്ടുണ്ട്. അങ്ങനെ ഇഫാനെ കണ്ട അവൾ തനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവളുടെ കൂടെ തന്നെ പിടിച്ചിരുത്തുകയാണ്. എന്നിട്ട് കൈയൊക്കെ പിടിച്ചിട്ട് പറയും, ഞാനൊരു കാര്യം പറയുന്നത് നീ സമാധാനപൂർവ്വം കേൾക്കണം, നീ പ്രശ്നമുണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇൻട്രോ കൊടുത്തുകൊണ്ടാണ് തുടങ്ങുന്നത്. അതായത് അവൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആ ജോലി അവൾക്ക് തീരെ ഇഷ്ടമല്ല, അവൾ അത് റിസൈൻ ചെയ്യുകയാണ്. പിന്നെ അവൾ പുതിയൊരു ജോലി കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ അത് കുറച്ച് ദൂരെയാണ്. അവളുടെ കസിന് അവൾക്ക് പുതിയൊരു റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ താമസിച്ചിട്ടേ അവിടെ വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ താൻ ഈ റൂം വെക്കേറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് കേട്ടതും ഇഫാൻ ആകെ ഒന്ന് ഷോക്കാകും. കാരണം ഇത്രയും വലിയ റൂമിൻ്റെ റെൻറ്റ് ഇനി അവൾ തനിയെ കൊടുക്കണം. അതൊരിക്കലും അവൾക്ക് സാധിക്കുന്നതല്ല. അവൾ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് പറയും, നീ എന്താ ഈ പറയുന്നത്? ഞാൻ ഇപ്പോഴല്ലേ ഇങ്ങോട്ട് റൂം മാറി വന്നിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും നീ പോകുകയാണോ? അവൾ സങ്കടവും ദേഷ്യവും എല്ലാം കൊണ്ടും അവൾ അങ്ങനെ അവളുടെ നിസ്സഹായത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ട് ഈ റൂംമേറ്റ് അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയും, നീ വിഷമിക്കണ്ട, നിനക്ക് നല്ലൊരു അടിപൊളി റൂംമേറ്റിനെ ഞാൻ തന്നെ കണ്ടുപിടിച്ച് തരാം. നിനക്ക് പെൺകുട്ടികളല്ലേ റൂംമേറ്റായിട്ട് വേണ്ടത്, അത് ഞാൻ ഏറ്റു, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെങ്ങനെ കൺവിൻസ് ചെയ്യുന്നുണ്ട്. എന്നാലും ഇഫാൻ അവൾക്ക് എന്തൊക്കെയോ ഭയങ്കര ടെൻഷനും സങ്കടവും ഒക്കെ ആവുകയാണ്. ഇനി അന്ന് രാത്രിയാണ് അവളുടെ ആ ഒരു കീ ഉണ്ടല്ലോ പഴയ ഓണർക്ക് അത് തിരിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ഓണർ ഇവളെ ഇങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവളുടെ ആ ഒരു ഇഷ്യൂ കാരണം ഈ റൂമിലുള്ള എല്ലാവരും വെക്കേറ്റ് ചെയ്തു പോയി. അപ്പോൾ ഇവളാണ് അതിന് കാരണമെന്നൊക്കെ പറയുന്നു. അത് കേട്ടതും ഇഫാൻ ആകെ ഒന്ന് സങ്കടപ്പെടും. എന്നിട്ട് പറയും, നിങ്ങൾ എന്നെയാണോ ബ്ലെയിം ചെയ്യുന്നത്? നിങ്ങൾക്ക് ശരിക്കുമുള്ള അവസ്ഥ അറിയണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നുമുണ്ട്. ഇനി അവരാണെങ്കിലോ അവരുടെ ഈ റൂം ഇനി ആര് വാങ്ങിക്കും? അവരാകെ അസ്വസ്ഥരാണ്. അവരുടെ ഒരു വരുമാനമല്ലേ ഇവിടെ നഷ്ടപ്പെട്ടത്. അത് അറിഞ്ഞ ഇവിടെ ഇഫാൻ അവരോട് പറയും, നിങ്ങൾ പേടിക്കണ്ട, എൻ്റെ ചാനലിൽ ഞാൻ നിങ്ങളുടെ ഈ റൂം ഒരു ആഡായിട്ട് കൊടുക്കാം, ആരെങ്കിലും വരാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ ഇഫാൻ അവിടെ നിന്ന് പോവുകയാണ്. ഇനി രാത്രി ഇഫാൻ അവളുടെ പുതിയ റൂമിലോട്ട് അങ്ങനെ വന്നപ്പോൾ അവർ ഡോറ് തുറക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഡോറ് ഓൾറെഡി അൺലോക്ക്ഡ് ആണ്. അവൾ ആകെ പേടിച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറും. ഇതെന്ത് താൻ മറന്നുപോയ പൂട്ടാൻ എന്ന രീതിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഉള്ളിൽ ആരോ ഒരാളുടെ നിഴൽ അവൾ കാണുന്നു. പിന്നെ ഒന്നും നോക്കില്ല, അവൾ അലറി വിളിച്ചുകൊണ്ട് പുറത്തോട്ട് ഓടുന്നു. പിന്നെ അയൽവാസികളെയും എല്ലാവരെയും തട്ടി വിളിക്കുന്നുണ്ട്, കൂടെ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നുമുണ്ട്. എൻ്റെ വീട്ടിലൊരു കള്ളം കയറി എന്ന് പറഞ്ഞുകൊണ്ട് അലമുറയിട്ട് പറയുകയാണ്. അതിൻ്റെ ഇടയിലാണ് ആ നിഴൽ അതിൻ്റെ യഥാർത്ഥ ഓണർ പുറത്തോട്ട് വരുന്നത്. അത് യാനാണ്. യാനെ കണ്ടതും അവൾ ആകെ ഒന്ന് ഷോക്കായി. എന്നിട്ട് വേഗം ഫോണിൽ ആ പോലീസുകാരനോട് പറയും, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, ഇതെനിക്ക് അറിയുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വേഗം ഫോൺ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഇവനോട് ചോദിക്കും, നീ എന്താ ഇവിടെയെന്ന്. അതിൽ അവന് ഇഫാനോട് ചോദിക്കും, നീ എന്താ ഇവിടെയെന്ന്. പിന്നെ രണ്ടുപേരും അവരവരുടെ ഈ റൂം ഏർപ്പാടാക്കി അവരെ വിളിക്കുകയാണ്. അതായത് ഇഫാന് അവളുടെ ആ ഒരു പഴയ റൂംമേറ്റ് ആണെങ്കിൽ അപ്പോഴും കുടിച്ചുകൊണ്ട് വരികയാണ്. അവൾ പറയുന്നത്, ഞാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ട്, ഞാൻ ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ എന്താ കാര്യം പെട്ടെന്ന് പറയുന്നൊക്കെ. അതിൽ അവൾ ചോദിക്കും, നീ എനിക്ക് പുതിയ റൂംമേറ്റിനെ അറേഞ്ച് ചെയ്ത് തന്നത് ഈ ആന്നെയാണോ എന്നൊക്കെ ചോദിച്ച് അവളെ വഴക്ക് പറയുമ്പോൾ അവൾ പറയുന്നു, നീ പെട്ടെന്ന് ഒരു റൂംമേറ്റിന് വേണമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ എങ്ങനെ അറേഞ്ച് ചെയ്ത് തരാനാ? ഇവൻ ഓൾറെഡി റൂമില്ലാതെ കഷ്ടപ്പെട്ട് കിടക്കണം, പിന്നെ നിനക്ക് ഇവനെ ഓൾറെഡി അറിയുന്നതുമല്ലേ, പിന്നെ ആണായാലും പെണ്ണായാലും എന്താ നമ്മുടെ സ്വഭാവം പോലെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുമ്പോൾ ഇവൾക്കെന്തോ ഇഫാന് ഭയങ്കര ദേഷ്യം വന്നിട്ട് അവളെ വഴക്ക് പറയാൻ നിൽക്കുകയാണ്. എന്നാൽ അതേസമയം ഇവൻക്ക് ഈ റൂം അറേഞ്ച് ചെയ്ത് കൊടുത്തത് അവൻ്റെ ഫ്രണ്ടായ ഹോനാണ്. ഹോനോട് ഞാൻ അവൻ്റെ വീട് നഷ്ടപ്പെട്ടതും പിന്നെ ഒരു പുതിയ റൂം നോക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഹോന് ഇവളുടെ റൂംമേറ്റ് ഇഫാനാണെന്ന് അറിഞ്ഞതോടുകൂടി അവൻ മനഃപൂർവ്വം ആക്കി കൊടുത്തതാണ് ഇവിടെ. അങ്ങനെ രണ്ടു പേർക്കും അവരവരുടെ അബദ്ധം മനസ്സിലായി. ഈ പെണ്ണാണെങ്കിൽ താൻ ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ എന്താണെങ്കിലും നാളെ സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോണും വെക്കുന്നുണ്ട്. പിന്നെ ഇഫാൻ ഇവനോട് വന്നിട്ട് പറയും, നമുക്ക് ഒന്നിരുന്ന് സംസാരിച്ചാലോ? അങ്ങനെ ഇഫാൻ പറയുകയാണ്, എനിക്ക് ഇവിടെ ഇങ്ങനെ നമ്മൾ രണ്ടുപേരും ഇവിടെ തങ്ങുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. നീ ഒരു കാര്യം ചെയ്യും, എനിക്ക് ഇന്ന് ഒരു ഹോട്ടൽ റൂമിൽ താമസിക്കാൻ പറ്റുമോ? ഇവിടെ ഒരുപാട് ചീപ്പ് റേറ്റിലുള്ള ഹോട്ടൽ റൂം കിട്ടാനുണ്ട്, ഞാൻ ബിൽ പേ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവളൊരു ഓഫർ ഇടുകയാണ്. എന്നാൽ ഞാനത് കേട്ടിട്ട് പറയും, ഞാൻ അങ്ങനെ ചീപ്പ് ഹോട്ടലിലൊന്നും കിടക്കില്ല, എനിക്ക് മിനിമം ഒരു 5 സ്റ്റാറെങ്കിലും വേണമെന്ന് പറയുമ്പോൾ ഇവിടെ ഹോട്ടലിൽ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇഫാനെ അവളുടെ ഫോൺ കൊടുത്തിട്ട് പറയും, ഓക്കെ, എന്നാൽ നീ തന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹോട്ടൽ
ചെയ്താണെന്ന് പറ, ക്യാഷ് ഞാൻ കൊടുത്തോളാം എന്നും പറയുന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇവിടെ നിൻ്റെ ഒരു കപ്പാസിറ്റി, നീ ഭയങ്കര റിച്ച് അല്ലേ, നിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് നമ്മളിങ്ങനെ ഷെയറിംഗ് റൂമിൽ നിൽക്കുന്നത് നിനക്ക് ഒരിക്കലും കംഫർട്ടബിൾ ആകില്ല എന്നും പറയുന്നു. അത് കേട്ട് ഇവന് പറയും, ഞാനിപ്പോൾ അത്ര റിച്ച് ഒന്നുമല്ല, എൻ്റെ കഫേ അതൊക്കെ നഷ്ടത്തിലാണ് ഓടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ ഓരോ ഇതിന് തടസ്സങ്ങൾ പറയുമ്പോഴും ഇവന് അതിന് മീൻസ് സൊല്യൂഷനായിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ പിന്നെ അടുത്തതായിട്ട് ഇവൾ പറയും, എൻ്റെ ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര ഇറഗുലറാണ്, ഞാൻ ഏതെങ്കിലും ഒരു സമയത്ത് വരും, പിന്നെ എപ്പോഴെങ്കിലും എണീറ്റ് പോകും, അത് കൂടെയുള്ള ആൾക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും എന്ന് പറയുമ്പോൾ ഇവൻ പറയുന്നത്, നീ നിൻ്റെ റൂമിൽ, ഞാൻ എൻ്റെ റൂമിൽ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ കാണുപോലുമില്ല, പിന്നെ എങ്ങനെ ഡിസ്റ്റർബൻസ് ആകുക. അങ്ങനെ അവളുടെ ആ ഒരു പോയിന്റും അവിടെ നഷ്ടപ്പെട്ടു. പിന്നെ അടുത്തത് പെട്ടെന്ന് അവൾക്ക് ഓർമ്മയായി അവളുടെ പൂച്ച. എനിക്കൊരു പൂച്ചയുണ്ട്, അതിൻ്റെ രോമങ്ങൾ നിനക്ക് അലർജിയല്ലേ, അപ്പോൾ ഇവിടെ ഒരിക്കലും ഒരുമിച്ച് താമസിക്കാൻ പറ്റില്ല. അതിൽ അവന് അതും പ്രശ്നമല്ല എന്ന രീതിയിൽ നിൽക്കുമ്പോൾ പിന്നെ ഇവൾ സിൻസിയറായിട്ട് പറയും, നമ്മളിങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത് അതൊരു ശരിയല്ല, പിന്നെ അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവളുടെ റൂട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലായ ഇവന് അടുത്തോട്ട് വന്നിട്ട് പറയും, നീ നിന്നെ കൺട്രോൾ ചെയ്താൽ മതി, എനിക്ക് ഒരു പ്രശ്നമില്ല, എനിക്ക് എന്നെ നോക്കാൻ അറിയാം, പിന്നെ ഞാൻ മിനിമം ഒരു 3 മാസം ഇവിടെ ഉണ്ടാകും, അത് അപ്പോഴേക്കും എൻ്റെ റൂം റെഡിയാക്കി കിട്ടും, അതുവരെ നീ എന്നോട് ക്ലോസ് ആകാൻ വരണ്ട, ഞാൻ നിന്നോടും ക്ലോസ് ആകാൻ വരില്ല, നമ്മൾ രണ്ടുപേരും 2 റൂമിൽ അങ്ങനെ നിന്നാൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ ഇങ്ങനെ കൺവിൻസ് ചെയ്യാൻ നിൽക്കുകയാണ്. എന്നാൽ ഇവളെ പെട്ടെന്ന് ഇങ്ങനെ അതൊന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. പക്ഷേ ഇപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കാനും പറ്റുന്നില്ല. അപ്പോൾ അവൾ പറയും, ഓക്കെ, ഇന്നൊരു ദിവസം നീ ഇവിടെ തങ്ങ്, പക്ഷെ നമുക്ക് നാളെ ഇതിനെപ്പറ്റി വീണ്ടും ഡിസ്കസ് ചെയ്യാം, അപ്പോൾ തൽക്കാലം നീ എൻ്റെ കൂടെ ഇവിടെ കിടന്നോ എന്ന് പറയുന്നു. എന്നാൽ അവൾ അത് പറഞ്ഞപ്പോഴേക്കും അതൊരു മറ്റൊരു രീതിയിലായി. പിന്നെ അവൾ അത് തിരുത്തി പറയും, അതായത് ഞാൻ ഉദ്ദേശിച്ചത് നീ ആ റൂമിലും ഞാൻ ഈ റൂമിൽ കിടന്നോ എന്നതാണ് എന്നും പറഞ്ഞുകൊണ്ട് അവൾ വേഗം അവിടെ നിന്ന് പോവുകയാണ്. ഇനി അടുത്ത ദിവസം അവൾ പേടിച്ചുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത്, അവനെങ്ങാനും അവിടെ ഉണ്ടാകോ എന്നൊക്കെ ഇങ്ങനെ പേടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. അവൻ്റെ കീ ആണെങ്കിൽ അവിടെ വെച്ച് പോയിട്ടുണ്ടാകും. അതിൽ അവൾ മെസ്സേജ് അയക്കും, യാന്നെ നീ ഇന്നലെ എവിടെ കിടന്നതെന്ന്. പിന്നെ അടുത്തതായി കാണിക്കുന്നത് ഈ ഒരു പഴയ റൂംമേറ്റിനെ ഇവനെ യാന്നെ അറേഞ്ച് ചെയ്ത് കൊടുത്ത അവളെ തന്നെ ഇഫാന് നേരിട്ട് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇഫാന് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുകയാണെന്ന് അറിഞ്ഞ് അവൾ ഭയങ്കര സോപ്പിട്ടുകൊണ്ട് കുറേ ഫുഡൊക്കെ ആദ്യം തന്നെ ഓർഡർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇഫാൻ പറയും, എനിക്ക് അതൊന്നും വേണ്ട, നീ ആദ്യം ഇവിടെ ഇരുന്ന് സംസാരിക്കുക, ഞാൻ എന്നോട് പറഞ്ഞത് എനിക്കൊരു ഫീമെയിലായിട്ടുള്ള ഒരു റൂംമേറ്റിനെ മതി എന്നൊക്കെയല്ലേ. അതിൽ ഇവൾ പറയും, ഫീമെയിൽ ആയാലും എന്താ, ഫീമെയിൽ ആയാലും എന്താ, നമുക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ പിന്നെ ഒരു പ്രശ്നമില്ല. പിന്നെ എന്തുകൊണ്ടും ഈ ഫീമെയിലിനേക്കാളും പെണ്ണുങ്ങളെക്കാളും നല്ലത് ആണുങ്ങളാണ്. അവരാകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് തരും. പിന്നെ റെൻ്റൊന്നും ഇങ്ങനെ ചോദിച്ച് ഡിസ്റ്റർബ് ചെയ്യില്ല, അവരൊരു മനുഷ്യപ്പറ്റുള്ള ഐറ്റംസാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആണുങ്ങളുടെ പോസിറ്റീവ് ഇവളെ ഒരുപാട് പേര് മുതലാക്കിയതല്ലേ, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ പറയും, നിൻ്റെ പഴയ ആളുമല്ലേ, നീ ഒന്നും മനസ്സ് വെച്ചാൽ പിന്നെ നിനക്കിങ്ങനെ സിംഗിളായിട്ട് നടക്കേണ്ടി വരില്ല എന്നൊക്കെ ഒരു ഉപദേശം. അത് കേട്ടതും ഇഫാൻ ആകെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. ഇഫാൻ പറയും, നിനക്ക് ഒരുപാട് കസിൻസും നിനക്ക് ഒരുപാട് കള്ള ബോയ് ഫ്രണ്ട് ഉള്ളതുപോലെയാണോ എല്ലാവരും എന്നൊക്കെ പറയുമ്പോൾ ഇവൾക്കും അത് കേട്ട് അങ്ങോട്ട് ദഹിച്ചില്ല. നിന്റെ നാക്ക് ഇത്ര വലുപ്പുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെയും നല്ല ക്രൂശിക്കാൻ തുടങ്ങും. അതോടുകൂടി അവരുടെ സംസാരം അങ്ങോട്ട് രസമില്ലാതായി മാറി. പിന്നെ യഫാനെ അവളോട് ഒന്നും പറയാൻ നിൽക്കാതെ വേഗം അവിടെ നിന്ന് പോവുകയാണ്. ശേഷം അവൻ്റെ കൂടെയുള്ള ഒരു റൂം ഷെയറിങ് അവളിങ്ങനെ തിരിച്ചും മറിച്ചും അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ അവളുടെ കൊളീഗിനോട് ഈ കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ കൊളീഗും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്, കാരണം ഓൾറെഡി ഇവൻ അങ്ങനത്തെ പ്രശ്നക്കാരനല്ല, പിന്നെ എപ്പോഴും ഇവളെ ഓരോ അപകടത്തിൽ നിന്നും സഹായിച്ചിട്ടേ ഉള്ളൂ, ഒരിക്കലും ഇവളെ ഉപദ്രവിക്കാൻ നോക്കിയിട്ടില്ല. അപ്പോൾ ആ കാര്യങ്ങളും മൊത്തത്തിലും ഈ യാൻ്റെ എല്ലാ സ്വഭാവങ്ങളും വെച്ചിട്ട് അവൾ മൊത്തത്തിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ശേഷം അവനിക്ക് വീണ്ടും മെസ്സേജ് അയക്കാൻ നോക്കിയാണ്. എന്നാൽ നേരത്തെ അവൻ എവിടെ കിടന്നത് എന്ന് ചോദിച്ച ക്വസ്റ്റ്യന് അവൻ ഇതുവരെ ആൻസർ തന്നിട്ടില്ല. ശേഷം അവൾ അടുത്തതായിരിക്കും, എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്, എപ്പോഴാണ് കാണാൻ പറ്റുക എന്ന്. അതിലവൻ ഓൺ ദി സ്പോട്ടിൽ പറയും, രാത്രി 8 മണിക്ക് നിൻ്റെ സ്ഥലത്ത് തന്നെ ഞാൻ വരാമെന്ന് പറയുന്നു. അങ്ങനെ ഇഫാന് നേരത്തെ തന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് അവനെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്നിട്ട് വീണ്ടും അവനോട് സംസാരിക്കും, ഓക്കെ, നീ ഇവിടെ താമസിക്കുന്നത് എനിക്ക് എതിർപ്പില്ല, പക്ഷേ എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ എഴുതി കൂട്ടിയ ഓരോ കണ്ടീഷൻസും അങ്ങനെ വായിക്കുകയാണ്. ഇവിടുത്തെ ടോട്ടൽ റെൻറ്റ് 7K ആണ്. പിന്നെ വലിയ റൂമും ചെറിയ റൂമാണുള്ളത്. വലിയ റൂം എടുക്കുന്നവർ 4K എങ്കിലും തരേണ്ടി വരും. പിന്നെ വാട്ടർ, കറണ്ട് എല്ലാം നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. പിന്നെ സാധനങ്ങൾ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സാധനങ്ങളും നമ്മൾ ഡിവൈഡ് ചെയ്യണം മേടിക്കുമ്പോൾ. അങ്ങനെ ഓരോ കാര്യങ്ങളും അവൾ എണ്ണി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവൾ എന്ത് പറഞ്ഞാലും അവൻ ഓക്കെ എന്ന രീതിയിൽ ആ ഒരു തരത്തിലാണ് അവൻ നിൽക്കുന്നത്. അങ്ങനെ അവർ ആ കാര്യങ്ങളൊക്കെ ഓക്കെ. പക്ഷേ ഇവളുടെ കണ്ടീഷൻസ് മുഴുവൻ അങ്ങോട്ട് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇവൾ മടിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ ജോലി വളരെ ചിലപ്പോൾ നല്ല രാത്രിയായിരിക്കും ഞാൻ വരിക, ചിലപ്പോൾ രാവിലെ പോകേണ്ടി വരും. എനിക്ക് ഒരിക്കലും ടൈമിംഗ് ഉള്ള ജോലിയല്ല എൻ്റെത്. അപ്പോൾ ഞാൻ കിട്ടുന്ന സമയം ഉറങ്ങാറാണ്. ആ ഒരു സമയം നല്ലൊരു നിശബ്ദമായിട്ടിരിക്കണം, വെറുതെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത്. പിന്നെ വീട് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കണം. ആരാണോ മിസ്സാക്കുന്നത് അവർ തന്നെ ക്ലീൻ ചെയ്യണം. പിന്നെ അടുത്ത പോയിന്റ്, അവൾ കുറച്ച് മടിച്ചുകൊണ്ട് പറയും. എന്നാൽ അവൾ മടിച്ച് നിൽക്കുന്ന ആ സമയം കൊണ്ട്
തന്നെ ഇവൻക്ക് ചൂടെടുക്കാൻ തുടങ്ങി. ഇവൻ ഡ്രസ്സിൻ്റെ ജാക്കറ്റൊക്കെ ഇങ്ങനെ ഊരുന്നതിൻ്റെ ഇടയിലാണ് ഇവൾ പെട്ടെന്ന് പറയുന്നത് ഇങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ ഊരി നടക്കാൻ പാടില്ല. അത് കേട്ട് പിന്നെ ഇവന് ജാക്കറ്റൊന്നും ഊരില്ല. പിന്നെ അടുത്ത പോയിന്റ്, 4ാമത്തെ പോയിന്റ്, അതായത് ഇവിടെ അനാവശ്യമായിട്ടുള്ള ഫ്രണ്ട്സിനെ കൊണ്ടുവരാൻ പാടില്ല. ഞാനും കൊണ്ടുവരൂല, നിങ്ങളും കൊണ്ടുവരാൻ പാടില്ല. അഥവാ കൊണ്ടുവരികയാണെങ്കിൽ ആദ്യം തന്നെ പെർമിഷൻ വാങ്ങിക്കണം. പിന്നെ ഇവൾ ചോദിക്കും നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്ന്. അത് കേട്ടതും ഞാനൊന്ന് ഞെട്ടിയിട്ട് അവനില്ലെന്ന് പറയും. ഓക്കെ, ഉണ്ടെങ്കിലും നീ ആദ്യം തന്നെ നമ്മുടെ ഈ സിറ്റുവേഷൻസ് എല്ലാം നീ ആദ്യം തന്നെ പറഞ്ഞ് അവളെ ബോധ്യപ്പെടുത്തണം. പിന്നീട് വലിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും പ്രശ്നങ്ങളൊന്നും ആകാൻ നിൽക്കണ്ടല്ലോ. ഇനി അഥവാ എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടാവുകയാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ഇവൾക്ക് ബോയ് ഫ്രണ്ടിൻ്റെ കാര്യം പറയാനല്ലോ. അതിൽ തന്നെ അവൻ പറയും എനിക്കത് കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. ശേഷം ഇവൾ ചോദിക്കും ഇനി നിനക്ക് എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ. എന്നാൽ അവളുടെ അടുത്തോട്ട് അങ്ങനെ വന്നുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് അവളുടെ ബാക്കിലാണ് ഇവൻ്റെ ആ ഒരു ലഗേജിൻ്റെ ബാഗൊക്കെ ഉള്ളത്. അതിൽ അവന് വേഗം അതെടുത്തിട്ട് പറയും എനിക്കൊരു കണ്ടീഷനും ഇല്ല എന്ന് പറഞ്ഞ് ഇവളെ ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അവൻ്റെ റൂമൊക്കെ കാണുകയാണ്. അവളെല്ലാം നടന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കിച്ചൺ കാണിച്ചു കൊടുക്കുന്നു, എല്ലാം കാണിക്കുന്നു. അവസാനം അവന് ചോദിക്കും എനിക്ക് നിൻ്റെ റൂമൊന്ന് കാണാൻ പറ്റുമോ. അതിൽ പിന്നെ അവൾ ഓക്കെ എന്ന രീതിയിൽ അവളുടെ റൂമിലോട്ട് വരാൻ വേണ്ടി പറയുന്നു. അങ്ങനെ അവൻ ആ റൂമിൽ നോക്കുമ്പോൾ അവളുടെ ഇന്നർ വയസ്സ് എല്ലാം കൂടെ ഉണക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടാകും. അവന് ജസ്റ്റ് അതൊന്ന് പക്ഷേ കണ്ടില്ലാത്ത രീതിയിൽ അടുത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കും. ബാക്കിലായിട്ട് വന്ന ഇവളും പെട്ടെന്നത് കാണുന്നു. വേഗം ഇവൻ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അത് വേഗം മറച്ചു വെക്കുകയാണ്. ശേഷം അവന് പറയും ആക്ച്വലി എനിക്ക് ഈ റൂമാണ് ഇഷ്ടപ്പെട്ടത്, ഞാൻ ഇവിടെ താമസിച്ചോട്ടെ. അതിൽ ഇഫാൻ ഒന്ന് ഞെട്ടിയിട്ട് അതെന്താ ഇവിടെ, ഇതിന് 3K റെൻ്റുള്ളൂ, മറ്റേതിന് 4K ആണ്, എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് മാക്സിമം 3K പറ്റുള്ളൂ. അതിൽ അവന് പറയും ഞാൻ 4K കൊടുത്തോളാം, പക്ഷേ എനിക്ക് റൂം ഇത് മതി. അതിൽ ഇവൾ വീണ്ടും ഞെട്ടിയിട്ട് അതെന്താ, അതിന് പ്രൈവറ്റായിട്ട് ബാൽക്കണി ബാത്റൂം എല്ലാം ഉണ്ട്, എന്നിട്ട് നീ എന്തിനീ ചെറിയ റൂം എടുക്കുന്നത് എന്ന് പറയുമ്പോൾ അവൻ പറയും എനിക്ക് ഇതാണ് ഇഷ്ടം, ഞാൻ ഇത് എടുക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവളെ കൺവിൻസ് ചെയ്യുന്നു. അങ്ങനെ ഇവർ റൂം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. ശേഷം അവളിങ്ങനെ ഉറങ്ങുമ്പോൾ ഇങ്ങനെ ചിന്തിക്കും അതല്ല അവന് മനഃപൂർവ്വം എങ്ങാനും എനിക്കിനി ഈ റൂം തന്നതാണെങ്കിലോ. അങ്ങനെ അതും ഓർത്തുകൊണ്ട് കിടക്കുന്ന ഇവളെയും പിന്നെ ഇവർ 2 പേരെയും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷെ ഒരു ചെറിയ കാര്യം കൂടി, ഇവിടെ യാനെ അവൻ്റെ വീട് കത്തി നശിച്ചപ്പോൾ ആ വീട്ടിൽ തനിക്ക് വേണ്ടപ്പെട്ട ഒന്നുമില്ലെന്ന് അവൾ പറയുന്നുണ്ടല്ലോ. അവൻ അന്ന് തന്നെ അവൻ്റെ വീട്ടിലോട്ട് കയറി അവൻക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യം അവിടെ നിന്ന് എടുക്കുകയാണ്. അതായത് ഒരു പഴയ ബോക്സ്, അതിലൊരു പഴയ ഫോണ്, പിന്നെ കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ എല്ലാം കണ്ടുകൊണ്ട് അവന് ഭയങ്കര സങ്കടപ്പെട്ട് ഇമോഷണലായിട്ട് അത് നോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു രംഗം കൂടി കാണിച്ചുകൊണ്ടാണ് ശരിക്കും ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അതെന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യവും പിന്നെ ഇവർ തമ്മിലുള്ള കൂടുതൽ കെമിസ്ട്രിയും എല്ലാ കാര്യങ്ങളും നമുക്ക് അടുത്ത എപ്പിസോഡിലായിട്ട് കാണാം. അപ്പോൾ അതുവരെ ടാറ്റ ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.